ഡോക്ടറമ്മേ, ഇന്നലെ രാത്രി മഹേശ്വരി മാഡം എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് എന്നോടൊരു പച്ച കള്ളം പറഞ്ഞു. അവര് ഡോക്ടറമ്മയായിട്ട് സംസാരിച്ചു. ഡോക്ടറമ്മയ്ക്ക് അന്നൊരു തെറ്റ് പറ്റിപ്പോയതാ, ഇപ്പൊ സമ്മതമാണെന്ന്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണോന്ന്. എനിക്കറിയാലോ എന്റെ കാര്യത്തിൽ ഡോക്ടറമ്മ സമ്മതം കൊടുക്കില്ലെന്ന്. ഞാൻ അവര് പറഞ്ഞതെല്ലാം കേട്ടു നിന്നു, ഒരു മറുപടിയും കൊടുത്തില്ല. ഡോക്ടറമ്മ ഉള്ളപ്പോ ഞാൻ എന്തിനാ അവരെ പേടിക്കുന്നത്? നീ ഇപ്പൊ എന്തിനാ വന്നേ? ആദ്യം അത് പറയേ. ഇക്കാര്യം ഡോക്ടറമ്മയോട് പറയാൻ തന്നെ. പിന്നെ അവര് വിളിച്ചാ ഞാൻ എന്ത് പറയണോന്നും ചോദിക്കാൻ. അത് എന്നോടാണോ ചോദിക്കുന്നേ? നിനക്കങ്ങ് സ്വയം തീരുമാനിച്ചാ പോരെ? ഡോക്ടറമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മുമ്പ് എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് സത്യ. അതിനെന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റെടുത്തോളാം. സത്യം പറഞ്ഞ ഇതൊക്കെ അറിയുമ്പോ ഡോക്ടറമ്മയെ പോലെ എന്റെ സ്വന്തം അമ്മ പോലും എന്റെ കൂടെ നിൽക്കില്ലെന്ന് അറിയാം. അതുകൊണ്ട് വിസ്മയ, ഇക്കാര്യം പറയാനായിട്ട് നീ ഇനി എന്റെ മുന്നിലേക്ക് വരരുത്. എനിക്കിഷ്ടമല്ലാതെ. ഈ കാര്യത്തിന് മാത്രമല്ല, ഇനി ഒരു കാര്യത്തിനും നീ ഇങ്ങോട്ട് വരണ്ടെന്നാണ് എന്റെ തീരുമാനം. നീ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലേ? നീ തന്നെ അനുഭവിക്കുന്നതാണ് അതിന്റെ ശരി. ഡോക്ടറമ്മേ, വേണ്ട, ആ വിളി നിർത്താം. നീ തന്നെ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഞാൻ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നേ? അല്ലെങ്കിൽ തന്നെ ഒരു സ്റ്റുഡന്റ് എന്നതിനപ്പുറം നീ എനിക്ക് ആരാ? നിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ എനിക്ക് എന്ത് ബാധ്യതയുള്ളത്? ഞാൻ എന്റെ മകളുടെ കാര്യം മാത്രം നോക്കിയ പോരെ? ഡോക്ടറമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? സോറി വിസ്മയ, എനിക്ക് എന്റെ മകൾ റബേക്കയുടെ ലൈഫാണ് വലുത്. അവൾക്ക് ദോഷം വരുന്ന ഒരു ഹെൽപ്പും ഞാൻ ആർക്കും ചെയ്യില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കാതെ വിസ്മയ്ക്ക് പോകാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് വീട്ടിലൊരമ്മയുണ്ടല്ലോ. ഇനി മുതൽ ഈ ഗേറ്റ് കടന്നു വന്ന് ഇങ്ങനെ ഒരു വിളി വേണ്ട. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്തിന്റെ പേരില എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നെന്ന് പോലും അറിയില്ല. സ്റ്റോപ്പ് ഇറ്റ്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ പറഞ്ഞില്ലേ നിന്നോട്? ശരി, പോകാം. പൊയ്ക്കോളാം ഞാൻ. അതിനു മുമ്പ് എനിക്ക് റബേക്ക ഒന്ന് കാണാൻ. വേണ്ട, അവള് രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ട് ഇപ്പൊ ഉറങ്ങുക. അവളെ നീ ഇനി കാണണ്ട. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇഷ്ടമല്ല. ഡോക്ടർ, കർത്താവേ, ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടാവണേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.